ബാക്ക് ടു സ്കൂൾ റൂം ക്ലീൻ വ്ളോഗാണ്. അപ്പോൾ കുറേ നാളായില്ലേ റൂം ക്ലീനിങ് ഒക്കെ ഇട്ടിട്ട്. ഒരു 2 വീക്സിന് മുന്നേ ഞാൻ വെക്കേഷൻ റൂം ക്ലീനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കാണണം. എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്ക് ടു സ്കൂളിൽ എന്തായാലും കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു വീഡിയോ കുറച്ച് ഫ്ലോപ്പായിപ്പോയി. ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പ്ലസ് ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ കമ്പനിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുന്ന പോലെ ഇങ്ങനെയാണ് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ ഇങ്ങനെയല്ലേ ഫോൺ വെക്കേണ്ടത്. പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ അത് അത്ര പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ ആകെപ്പാട് കുറച്ച് വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എങ്കിലും ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ കുറച്ച് വ്യത്യാസമുണ്ട്. അന്ന് ക്ലീൻ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കാരണം സ്കൂളിലത്തേക്കാണല്ലോ. പിന്നെ ഇനിയും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് വാച്ച് ദി വീഡിയോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. നിങ്ങൾ നന്നായിട്ട് ഞെട്ടിയെന്ന് എനിക്കറിയാം. അന്നത്തേനേക്കാളും മെസ്സായിട്ടാണ് റൂം കിടക്കുന്നത്. കണ്ടില്ലേ, ബെഡ് വരെ നല്ല മെസ്സായിട്ടാണ് കിടക്കുന്നത്. തറയിൽ ഫുൾ ടോയ്സ് ആണ്. അപ്പോൾ ഈ മെസ്സി ആയിട്ടുള്ള റൂം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഫ്ലോർ ക്ലീൻ ചെയ്യാം. ഫ്ലോർ നല്ല മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാൻ. അപ്പോൾ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം. കുറച്ച് അഴുക്കുണ്ട്, പൊടിയും, അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു ഗ്യാപ്പിൽ പൊടിയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. കണ്ടില്ല, അവിടെയൊക്കെ എഡ്ജിലൊക്കെ ഭയങ്കര പൊടിയാണ്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു കട്ടിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറച്ച് പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ ജനലിൻ്റെ താഴെയുള്ള പൊടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ആദ്യം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തൂക്കാം. അങ്ങനെ നമ്മൾ ജനലിലെ പൊടികളെല്ലാം തൂത്തിട്ടുണ്ട്. നമുക്കിനി ഈ എല്ലാ ടോയ്സും എടുത്ത് വേറെ റൂമിൽ കൊണ്ടുവയ്ക്കാം. ഞങ്ങൾ ടോയ്സ് വെക്കുന്ന റൂമിലോട്ടാണ് ഞാൻ ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് എല്ലാം നമുക്ക് ആദ്യം കൊണ്ട് വെക്കാം. അങ്ങനെ സോഫ്റ്റ് ടോയ്സ് നമ്മളിവിടെ കൊണ്ട് വെച്ചു. ഇനി ഈ കുട്ടി കുട്ടി സോഫ്റ്റ് അല്ലാത്ത ടോയ്സ് എല്ലാം ഞാൻ ഈ ഒരു കവറിൻ്റെ ഉള്ളിലാക്കാൻ പോവാണ്. കവർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ടോയ്സ് ഇട്ടിട്ട് ഞാൻ എന്തായാലും സേഫായിട്ട് തന്നെ കൊണ്ട് വെക്കും. ഈ ഒരു കവറിൻ്റെ വൃത്തി എന്ന് നിങ്ങൾ പേടിക്കുകയും ചെയ്തേ. ഇങ്ങനെ കുട്ടി കുട്ടി കാർ, സ്പൈഡർമാൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ബ്രദറും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. സേ ഹായ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. കഴിഞ്ഞ ക്ലീൻ വ്ളോഗിൽ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ടോയ്സ് ഉണ്ടല്ലേ, ഈ ടോയ്സ് വെച്ചൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട് എൻ്റെ ചാനൽ. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ കവറിനുള്ളിൽ മൊത്തം നമ്മൾ ടോയ്സ് ആക്കിയിട്ടുണ്ട്. ഇത് കൊണ്ട് നമുക്ക് റൂമിൽ വെക്കാം. അങ്ങനെ ഞാൻ ആ കവർ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാം തൂത്ത് സൈഡിലാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ വൃത്തിയാക്കിയത്, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഞാൻ ഇവിടെയൊക്കെ തൂത്തിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സാധനങ്ങൾ എടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവിടെയുള്ള വലയെല്ലാം അടിക്കാം. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ ബെഡ്ഷീറ്റ് മാറ്റാം. ഈ ഒരു കവറിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം ഞാൻ നിറച്ചിട്ട് വരാവേ. അങ്ങനെ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബാഗ് മുഴുവൻ ഞാൻ സാധനങ്ങൾ നിറച്ചിട്ടുണ്ട്. അതുവഴി ഞാനിത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാം. ഈ ഒരു ഷീറ്റ് നമുക്കിതിൽ വിരിക്കാം.
അങ്ങനെ ഫൈനലി നമ്മൾ ബെഡ്ഷീറ്റ്സ് വെച്ചു. ഇനി ഈ പില്ലോ കവേഴ്സും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബെഡ് ഫുൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷെൽഫ് മുഴുവനുള്ള സാധനങ്ങളെല്ലാം മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ സാധനങ്ങൾ സ്ലാബിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട, നമുക്ക് മാറ്റാം. അങ്ങനെ ഫുള്ളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ സ്ലാബിലും ഈ ഷെൽഫിൻ്റെ ഫുൾ സെക്ഷൻസും നമുക്കത് തുടച്ചെടുക്കാം. ഞാൻ ഈ ഷെൽഫ്സ് ആദ്യം ഇങ്ങനത്തെ വൈറ്റ് പ്ലെയിൻ പേപ്പേഴ്സ് വെച്ചിട്ട് തുടയ്ക്കും. അപ്പോൾ ഡേർട്ട് എല്ലാം ആവും. അത് കഴിഞ്ഞിട്ടാട്ടോ തുടയ്ക്കാൻ പോകുന്നത്. ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കാൻ പോകുന്നത്. ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തുടച്ചെടുക്കാം. ഈ വലയിൽ നമുക്കൊന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുൾ സ്ലാബും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെറ്റോൾ വെച്ച് തുടയ്ക്കാം. നമുക്ക് ഈ ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാം. ഞാൻ ഡെറ്റോൾ വെച്ചിട്ട് മുക്കിയിട്ട് ഇവിടേക്ക് ഒന്ന് തുടയ്ക്കുകയാണ്. ഇവിടേക്ക് തുടച്ചതിന് ശേഷം വേണം നമുക്കിവിടെ ഓർഗനൈസ് ചെയ്യാം. നല്ല ക്ലീൻ ആവുന്നുണ്ട്, കണ്ടില്ലേ? ആ പൊടിയെല്ലാം മാറിയിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ലാസ്റ്റത്തെ ഷെൽഫും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഷെൽഫിൻ്റെ സെക്ഷൻ. അങ്ങനെ നമ്മൾ ഈ ഷെൽഫ് മുഴുവൻ തുടച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ സാധാരണ പോലെ ആയിരിക്കില്ല ഇത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ബാക്ക് ടു സ്കൂളിനായതുകൊണ്ട് കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെൽഫിനെ കുറച്ച് ബാക്കിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെക്കാം. നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഷെൽഫിൽ ഞാൻ ഈ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്, നോർമലി വെച്ചതുപോലെ. ഇനി ബാക്കിയുള്ളതാണ് ട്വിസ്റ്റ്. നമുക്ക് ആർട്ട് സ്റ്റേഷനറി ഇതെല്ലാം മേലെയാക്കാം. ഈ 2 ഫയൽസ് നമുക്ക് മുകളിൽ വയ്ക്കാം. പേപ്പർ ക്ലിപ്സൊക്കെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ആകെപ്പാടെ 3 പേപ്പർ ക്ലിപ്സേ ഉള്ളൂ. എന്നാലും നമ്മളത് സൂക്ഷിച്ച് വെക്കണമല്ലോ. അങ്ങനെ അതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. വെക്കേഷന് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ കാർഡ്ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. അതൊക്കെ നമുക്കെടുത്ത് ഓർഗനൈസ് ആക്കാം. ഈ കാർഡ്ബോർഡ്സ് ആദ്യം മേലെ വയ്ക്കാം. ഈ കാർഡ്ബോർഡ്സ് ഞാൻ എന്തോ തെറ്റിയായിട്ടോ പറഞ്ഞത്, സോറി. കാർഡ്ബോർഡ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഫയലിൻ്റെയും ഉള്ളിൽ വയ്ക്കാം. എന്നുവെച്ചാൽ ഉള്ളിൻ്റെ അല്ല, ഫയലിൻ്റെ അതിൻ്റെ മേലെ വയ്ക്കാം. ഈ കാർഡ്ബോർഡ്സിൻ്റെ മേലെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷെൽഫ് ഓർഗനൈസ് ആക്കി. ഫസ്റ്റ് സെക്ഷൻ. ഇനി ബാക്കി സെക്ഷൻസ് എല്ലാം ഓർഗനൈസ് ആക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് ഒക്കെ വെക്കാം. അങ്ങനെ ആ സെക്ഷൻ നമുക്ക് ഒഴിച്ചിടാം. കാരണം വേറെ സാധനങ്ങൾ വെക്കാനുണ്ട്. ബുക്സൊന്നും എനിക്ക് എല്ലാം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വെക്കാം. ബാക്കി സെക്ഷൻസ് നമുക്ക് ഓർഗനൈസ് ആക്കാം. ബാക്ക് ടു സ്കൂളിനുള്ള എല്ലാ ബുക്സും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച് ചെയ്യാൻ പോകുന്നു. നമുക്കത് അറേഞ്ച് ചെയ്ത് ഇവിടെ അടുക്കി വയ്ക്കാം ഈ സെക്കൻഡ് സെക്ഷനിൽ. അങ്ങനെ ആ ഷെൽഫ് ആ സെക്ഷൻ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. ബാക്കി സെക്ഷൻസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫയൽസ് 3ാമത്തെ സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ പേപ്പർ സെറ്റും കൂടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്ഷനിലൊന്ന് വയ്ക്കാം. പെൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ വയ്ക്കാം, ഈ 3ാമത്തെ സെക്ഷനിൽ. അങ്ങനെ പെൻസും പെൻസിൽസും നമ്മൾ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നെസസറി ആയിട്ടുള്ള ബുക്സ് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ ബുക്സ് വയ്ക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ ആ ബുക്സ് എല്ലാം എടുത്ത് വെച്ചേക്കാണ് നമ്മുടെ ഹൈബ്രിഡ് ആക്ടിവിറ്റി ചെയ്യാൻ. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു സ്പേസ് ഇട്ടിട്ട് ബാക്കിയെല്ലാം ചെയ്യാം. ഞാൻ ഈ വർഷം ബൈബിൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പേപ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ എൻ്റെ കുട്ടി ആക്സസറീസും പെർഫ്യൂംസൊക്കെ നമുക്ക് വയ്ക്കാം. ഈ കുട്ടി ക്ലിപ്സ് എല്ലാം ഞാൻ ആ കാണുന്ന മിന്നിയുടെ ആ ഒരു കുട്ടി ബാഗിൽ വെക്കാൻ പോവാണ്. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഞാൻ ബോസും ഹെയർ ബാൻഡ്സ് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം.
അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ്സ് വെച്ചതിൻ്റെ ഇപ്പോൾ നിലവിൽ കുറച്ചേ ഉള്ളൂ, അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓർഗനൈസ് ആക്കി വെച്ചിട്ട് ആ ഷെൽഫിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാനും അമ്മയും ഒരുപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ വേറെ റൂമിലാണ് വെച്ചിരിക്കുന്നത്, അമ്മയുടെ റൂമിൽ. അപ്പോൾ അതൊന്നും ഞാൻ വെച്ചിട്ടില്ല, കുറച്ച് സംഭവങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഷെൽഫും ഓർഗനൈസ് ആക്കി ഇനി നമുക്ക് ലാസ്റ്റത്തെ ഷെൽഫിൽ ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. നമ്മളങ്ങനെ ബാഗ്സും വെച്ച് കഴിഞ്ഞു. ഇനി ആ സെക്ഷനും നമുക്ക് ഓർഗനൈസ് ആക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ഷെൽഫ് നമ്മൾ ഓർഗനൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സൈഡ്, ഈ ഒരു സൈഡിൽ ഞാൻ ന്യൂസ് കൊറിയറിലേക്കുള്ള ബാഗാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഓൾഡ് ബാഗ്സാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഓർഗനൈസ് ആക്കി. ഇനി നമുക്ക് ഈ മെസ്സി ആയിട്ടുള്ള ടേബിളും കൂടെ ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ടേബിളിലുള്ള ഫുൾ സാധനങ്ങളൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ടേബിൾ ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവങ്ങളെല്ലാം മാറ്റിയിട്ട് ഇതൊക്കെ കഴുകിയിട്ട് പെയിൻറ്റ് വരാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ കാണാം. ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ വേറെ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കഴുകിയിട്ടാട്ടത്. ഈ ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് വീണ്ടും കഴുകിയിട്ട് അത് തന്നെ ഉപയോഗിച്ചത്. നമുക്ക് ബാക്കി പരിപാടീസ് നോക്കാം. ഈ കാണുന്ന ഈ കുട്ടി കണ്ടെയ്നർ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. നല്ല രസമല്ലേ കാണാൻ? അതൊരു പെൻ ഹോൾഡർ കേട്ടോ, അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഗനൈസ് ബാക്കി കാര്യങ്ങളൊക്കെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഓർഗനൈസർ കഴുകിയിട്ടുണ്ട്, കണ്ടില്ലേ വെള്ളത്തുള്ളിയൊക്കെ. ഇത് നമുക്കൊന്ന് തുടച്ചെടുത്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങാം. കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് കരയൊക്കെ ഉണ്ട്, അത് എത്ര മാറ്റിയിട്ട് പോകുന്നില്ല ചില കരയൊക്കെ. ബാക്കി മാക്സിമം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഗനൈസർ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓർഗനൈസേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഓർഗനൈസർ ബുള്ളറ്റ് ജേർണലൊക്കെ ഇങ്ങനെ ഇതുപോലെയല്ലേ വെക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ട്. ഈ ഓർഗനൈസറിൽ നമുക്ക് ഇതൊക്കെ വെക്കാം. ഈ 3 ബുക്സ് നമുക്ക് വെക്കാം. ഇത് പണ്ട് ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 3 നമുക്ക് അവിടെ വെക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ബുക്ക് ഇതിൽ കയറുന്നില്ല. അപ്പം ഞാൻ തൽക്കാലം ജേർണലും ഈ ഒരു ബുക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് വെക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി വെക്കുന്ന സ്റ്റേഷനറീസ് കാണില്ല. അപ്പോൾ ഞാനിതൊന്നും എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞല്ലോ, ഇത് ഞാൻ വെക്കുമെന്ന്. പക്ഷേ ഞാൻ വെച്ചില്ല, സോറി. അത് ഭയങ്കര ബോറായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെക്കുന്നില്ല. നമുക്ക് സാധാരണ പോലെ തന്നെ ഓർഗനൈസ് ചെയ്യാം, പക്ഷേ കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ സാധനം എന്തിനാണ് ഉള്ളതെന്ന് ഞാൻ ഇത് വെച്ചിരിക്കുന്ന എന്താ റീസൺ എന്ന് ഞാൻ ബുള്ളറ്റ് ജേർണൽ വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. നമ്മുടെ ടേബിൾ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. അപ്പം ബുക്സൊക്കെ നമുക്ക് വെക്കാനായിട്ടുള്ള സ്പേസ് വേണം, ലാപ്ടോപ്പ് അതിനുള്ള സ്പേസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓർഗനൈസറിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഞാൻ വിചാരിച്ചത്ര എനിക്ക് വ്യത്യാസം വരുത്താൻ പറ്റിയില്ല, എന്നാലും പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും, ഒരു ലോങ് വീഡിയോ ബാക്ക് ടു സ്കൂളിനനുബന്ധിച്ച്. അപ്പോൾ അത് ഇടുന്നുണ്ട്, അത് കാണാം നിങ്ങൾ. അതിലെന്തായാലും ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഡെസ്ക് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷെൽഫും ടേബിളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫുൾ റൂം ലുക്ക് നമുക്കൊന്ന് കാണാം. സോ ലെറ്റ്സ് ഗോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്ലോർ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, പക്ഷേ ടേബിൾ ക്ലീൻ ചെയ്തപ്പോഴേക്കും അത് മൊത്തം കുളമായി. നമുക്ക് അതും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് തൂക്കാവേ.
റൂമിന്റെ ഫൈനൽ ലുക്ക് കാണാം. നമുക്ക് റൂമിന്റെ ഫൈനൽ ലുക്ക് കാണാം. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മിക്ക വീഡിയോസിൽ പറയുന്ന പോലെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ കീപ് സപ്പോർട്ടിങ് മീ. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, ടിപ്സ് ഫോർ ന്യൂ സ്കൂൾ ഇയർ, അങ്ങനെ കുറേ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്ത